നമസ്കാരം. സംസ്ഥാനത്ത് ഏറെ ചർച്ചയായി മാറിയ തൃശൂർ ജൂബിലി മിഷൻ അമല മെഡിക്കൽ കോളേജുകളിലെ നഴ്സുമാരുടെ സമരം 100 ദിവസവും പിന്നിട്ട് അനിശ്ചിതമായി തുടരുന്നു. നഴ്സുമാരുടെ അടിസ്ഥാന വേതനം സംസ്ഥാന സർക്കാർ നിയമമായി പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് ആശുപത്രി മാനേജ്മെന്റുകൾ വ്യക്തമാക്കിയെങ്കിലും അടിയന്തരമായി ഇടക്കാല ആശ്വാസം പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. 100 ദിവസത്തിലേറെയായി തുടരുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരനും തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും അമല ജൂബിലി മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. യുണൈറ്റഡ് നഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള നഴ്സിംഗ് പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. നഴ്സുമാരുടെ അടിസ്ഥാന വേതനം സംസ്ഥാന സർക്കാർ നിയമമായി പ്രഖ്യാപിച്ചാൽ അത് തൃശൂർ ജൂബിലി അമല മെഡിക്കൽ കോളേജുകളിൽ നൽകുമെന്ന മുൻ നിലപാടിൽ മാനേജ്മെന്റ് ഉറച്ചു നിന്നതാണ് ചർച്ച അലസാൻ കാരണമായത്. ഇതോടെ പ്രശ്നപരിഹാരമില്ലാതെ നഴ്സുമാരുടെ സമരം അനിശ്ചിതമായി നീളുകയാണ്. മന്ത്രിമാരുമായി ചർച്ച തുടരുമെന്ന് UNA അറിയിച്ചു. വേതന വർധനവിന്റെ ഭാഗമായി ഉടനടി ഇടക്കാല ആശ്വാസം വേണമെന്നാണ് സമരരംഗത്തുള്ള നഴ്സുമാരുടെ പ്രധാന ആവശ്യം. എന്നാൽ 2023 തന്നെ ജീവനക്കാർക്ക് ഇടക്കാല ആശ്വാസം നൽകിയിട്ടുള്ളതാണെന്നാണ് ആശുപത്രി മാനേജ്മെന്റുകളുടെ വാദം. നഴ്സുമാരുടെ അടിസ്ഥാന വേതനം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കട്ടെയെന്നും അത് നിയമമായി വരുന്ന പക്ഷം ഉടൻ തന്നെ നഴ്സുമാർക്ക് നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും അമല ജൂബിലി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ വ്യക്തമാക്കുന്നു. മുൻപ് 2018 സംസ്ഥാന സർക്കാർ അടിസ്ഥാന വേതനം പ്രഖ്യാപിച്ചപ്പോഴും അത് തങ്ങൾ കൃത്യമായി നടപ്പാക്കിയിരുന്നതായി മാനേജ്മെന്റ് പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇടക്കാല ആശ്വാസം ഉടൻ പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിൽ UNA ഭാരവാഹികൾ ഉറച്ചു നിൽക്കുകയാണ്. സമരത്തിന്റെ ഭാഗമായി തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നഴ്സുമാർ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ച് സമരം നടത്തിയതിനെ സീറോ മലബാർ സഭ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സഭയെ പൊതുമധ്യത്തിൽ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിരൂപത ആസ്ഥാനത്ത് സമരം നടത്തുന്നതെന്ന് സഭ പ്രതികരിച്ചു. അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് കൃത്യമായ ചില അജണ്ടകളുടെ ഭാഗമാണെന്ന് സീറോ മലബാർ സഭ വക്താവ് തുറന്നടിച്ചു. സർക്കാർ തലത്തിലും മാനേജ്മെന്റ് തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇരു വിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ തൃശൂരിലെ പ്രമുഖ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ കൂടി ബാധിക്കുന്ന രീതിയിൽ നഴ്സിംഗ് സമരം കൂടുതൽ വഷളാകുകയാണ്. അതേസമയം സമരം തുടരുമെന്ന് UNA നേതാവ് ജാസ്മിൻ ഷാ ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ചർച്ച പരാജയം. സർക്കാർ ഉത്തരവിറക്കാതെ ₹1 പോലും കൂട്ടി നൽകാൻ തയ്യാറല്ല എന്ന് അമല ജൂബിലി മാനേജ്മെന്റുകൾ. വെള്ളിയാഴ്ച മുതൽ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഒരാഴ്ചയ്ക്കകം വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്നും തൊഴിൽ ആരോഗ്യ മന്ത്രിമാർ. നീതി ലഭിക്കും വരെ ശക്തമായി സമരം തുടരുമെന്നും UNA വ്യക്തമാക്കിയെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. അതേസമയം ചർച്ചയിലുടനീളം വളരെ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് സമരസമിതി നേതാക്കൾ ആരോപിക്കുന്നു. മറ്റ് പ്രമുഖ ആശുപത്രികൾ ഇടക്കാല ആശ്വാസം അനുവദിച്ചിട്ടും ജൂബിലി മിഷൻ മാനേജ്മെന്റ് അതിന് തയ്യാറാകാത്തത് ഈഗോ കാരണമാണെന്ന് സംഘടന കുറ്റപ്പെടുത്തുന്നു. ഇടക്കാല ശമ്പള വർധനവ് സംബന്ധിച്ച് കൃത്യമായ ഉത്തരവോ ഉറപ്പോ ലഭിക്കാതെ സമരത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് നേതാക്കൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഈ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സർക്കാർ നഴ്സുമാരുടെ സംഘടനയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ഡ്രാഫ്റ്റിന്മേൽ ലഭിച്ച പരാതികൾ അടിയന്തരമായി വിളിച്ചു ചേർത്ത് കമ്മിറ്റി രൂപീകരിച്ച് വേഗത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാനാണ് സർക്കാർ നീക്കം. സർക്കാർ വിജ്ഞാപനം ഇറക്കിയാൽ അതിനോട് സഹകരിക്കാമെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. അതേസമയം ശമ്പള വിജ്ഞാപനം വരുന്നതുവരെ സമരം പിൻവലിക്കണമെന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടെങ്കിലും നഴ്സുമാർ അത് തള്ളി. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം. വീണ്ടും ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം.